ഹലോ, എല്ലാവർക്കും കേൾക്കാവോ? യെസ് മാം. ഓക്കെ. അപ്പോൾ നമ്മൾ പുതിയ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഡെമോ സെഷനും കാര്യങ്ങളും ഒക്കെ കണ്ട് നിങ്ങൾ ഇവിടുത്തെ രീതികൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഡെമോ സെഷൻ കഴിഞ്ഞു, നമ്മുടെ ഡെമോ എക്സാം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ വൺസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ ടോസ് അക്കാഡമിയുടെ രീതികളെ കുറിച്ച്, ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ ഒരു മിനിമൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടി. അപ്പം ഇന്നത്തെ ലൈവ് സെഷനിൽ നമ്മൾ സെറ്റ് എക്സാമിനെ കുറിച്ചും അതേപോലെ തന്നെ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അതേപോലെ നമ്മുടെ കൂടെ ബബിജ, നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു വിന്നർ ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് മോട്ടിവേഷൻ സെഷൻസ് നിങ്ങളുടെ ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷനിൽ ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസിനെ ഓരോരുത്തരെ ആയിട്ട് വിന്നേഴ്സിനെ നിങ്ങൾ പരിചയപ്പെടും. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ബബിജ ആണ്. അപ്പോൾ ഞാൻ വെൽക്കം ചെയ്യാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് വിന്നറിനെ കൊണ്ട് അവരുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് അവർ പഠിച്ചത്, ടോസ് അക്കാഡമിയിൽ അവർക്ക് എന്തൊക്കെ അസിസ്റ്റൻസ് കിട്ടി, എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും. അതേപോലെ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, ഒരു എക്സാമിനെ എങ്ങനെ നോക്കി കാണണം എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു തരും. ഓക്കെ, അപ്പം അതെല്ലാം നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ, അതായത് എങ്ങനെ പഠിക്കണം, അങ്ങനത്തെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ മുഴുവൻ സംസാരിച്ചു കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങളുടെ ഫ്രീഡം ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബബിജിനെ വെൽക്കം ചെയ്യാണ് നമ്മുടെ ഒരു മീറ്റിംഗിലേക്ക്. നിങ്ങൾക്ക് ഒത്തിരി തിരക്കുണ്ടാവും, പക്ഷെ കുട്ടികളും ഫാമിലിയും ഒക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു ലൈവ് സെഷനിലേക്ക് ജോയിൻ ചെയ്തതിന് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കണു. വർക്കും കുഞ്ഞും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഓക്കെ ഓക്കെ, തിരിച്ച് ജോയിൻ ചെയ്തു സ്കൂളില്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് ഷെയർ ചെയ്താലോ? ബബിതയുടെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എങ്ങനെ ഇവിടെ പഠിച്ചു, പിന്നെ നമ്മുടെ ഇവിടുത്തെ ലേണിംഗ് പാറ്റേൺ എങ്ങനെ യൂസ്ഫുൾ ആക്കി എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഷുവർ മാം. എന്റെ കുഞ്ഞുണ്ട്, ആള് അത് കുഴപ്പമില്ല. അത് ഞാനേ ഈ പറഞ്ഞ പോലെ മോൻ ജനിച്ചപ്പം ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. CBSE സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ 1 ഇയർ ബ്രേക്ക് എടുത്ത സമയത്ത് ഞാൻ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്തെങ്കിലും പഠിച്ചാലോ, അങ്ങനെയാണ് ടോസ് അക്കാദമിയിൽ സെറ്റിന് ജോയിൻ ചെയ്ത്. പക്ഷെ എത്രയോ വർഷത്തെ ഗ്യാപ്പും ഉണ്ട്. ഞാനൊരു 2010-ലായിരുന്നു MSc കഴിഞ്ഞത്. അത് കഴിഞ്ഞ് 23-ല് സെറ്റാ ഞാൻ എഴുതിയത്. അത്രയും വർഷത്തെ ഒരു ഗ്യാപ്പും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ഗ്യാപ്പ് ക്ലാസ് ജോയിൻ ചെയ്തപ്പോ മുതൽ ഫീൽ ചെയ്തില്ല. ഡെമോ ക്ലാസ് കണ്ടപ്പോ തന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഞാൻ തന്നെ അങ്ങ് ആദ്യം എനിക്ക് പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറ്റുമോ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞ് ടീച്ചറിന് മെസ്സേജ് അയച്ചിരുന്നു. പക്ഷെ ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല, നോക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ക്ലാസ് ഒക്കെ കണ്ടു. പക്ഷെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ആ ട്രാക്കിലേക്ക് അങ്ങ് വന്നു. പക്ഷെ ഞാൻ ഒരു ക്ലാസ് മിസ്സാക്കാതെ കാണുമായിരുന്നു. അതിന്റെ നോട്ട്സ് മൊത്തം എഴുതിയായിരുന്നു. ആ ക്ലാസ് കണ്ടിട്ട് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യായിരുന്നു നോട്ട്സ്. അത് വെച്ച് മാത്രമേ ഞാൻ പഠിച്ചു. വേറൊരു എക്സ്ട്രാ നോട്ട്സും ഒന്നുമില്ല. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നല്ലോ, ആ സമയത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ടോസ് അക്കാഡമിയിലെ സാറിന്റെയും മാമിന്റെയും നോട്ട്സും ഇത് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ എക്സാം ഹാളിൽ ഇരുന്നപ്പം എല്ലാ കാര്യങ്ങളും എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം ലിങ്ക് ചെയ്യാനൊക്കെ പറ്റി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്യാനും പറ്റി. അത്യാവശ്യം നല്ല മാർക്കും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സ് വെച്ചാൽ ഏത് സാഹചര്യം ആയാലും പറ്റുന്ന എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ചെറിയ ആളാണ്, ആ സമയത്ത് ഇതിലും ചെറുതായിരുന്നു. അപ്പൊ അവനെ ഉറക്കിയിട്ടൊക്കെ ആയിരുന്നു എക്സാം ഒക്കെ. 3 മണിക്കൊക്കെ എഴുന്നേറ്റ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത. പക്ഷെ നിങ്ങളെ ഇപ്പം ബാക്കിയുള്ളവരോട് എനിക്ക് പറയാനുള്ളതേ, സീരിയസ് ആയി എടുക്കുക. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഇപ്പൊ തന്നെ എഴുതിയെടുക്കാൻ നോക്കുക. എപ്പൊ എഴുതിയെടുക്കുന്നതായിരിക്കും എളുപ്പം. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ പോലെ നോട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. ഈ വീഡിയോ ക്ലാസ് കാണുന്നതിന്റെ ഇടയ്ക്ക് തന്നെ
നോട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ആ നോട്ട് മാത്രമാണ് പഠിച്ചത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ബബിജ എല്ലാ ദിവസവും ക്ലാസ് കാണുമായിരുന്നോ കൃത്യമായിട്ട്? ഞാനേ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തിയിട്ട് അതങ്ങ് തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു. എനിക്കിപ്പോ ഈ പറഞ്ഞ പോലെ ആയിരുന്നു, ഹസ്ബൻഡ് എംടെക്കിന് ജോയിൻ ചെയ്ത സമയമായിരുന്നു. പിന്നെ ചെറിയ ആളുണ്ട്, മൂത്ത ആളുണ്ട്, പിന്നെ വീട്ടിലെ ജോലികൾ ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെയൊക്കെ ഇടയ്ക്ക് കൂടെ എനിക്ക് പറ്റിയെങ്കിൽ പറ്റും. അത്രേ ഉള്ളൂ. കാരണം ഒന്ന് ശ്രമിച്ചാൽ മതിയെന്നും. ആ ടൈം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ആ സമയത്ത് കണ്ടെത്തും. ഈ പറഞ്ഞ പോലെ ഒന്ന് കുറച്ച് നേരത്തെ എഴുന്നേൽക്കുകയോ അല്ലെങ്കിൽ കുറച്ചു നേരം ഇരിക്കുകയോ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അഭിജി, നമ്മള് എല്ലാ മൺഡേയും നമ്മൾ ഇവിടെ വീക്ക്ലി ടെസ്റ്റ് നടത്തും അല്ലെ? അതിനെ എങ്ങനെയായിരുന്നു അപ്രോച്ച് ചെയ്തിരുന്നത്? അത് ഞാൻ ശരിക്കും ഒരു ടെസ്റ്റ് ആയിട്ട് തന്നെയായിരുന്നു. ആ എല്ലാ ടെസ്റ്റും ഞാൻ ആ സമയത്ത് തന്നെ ചെയ്യായിരുന്നു. അത് പിന്നെ കിട്ടാത്ത ആൻസർ ഞാൻ തന്നെ ചെയ്ത് നോക്കുകയായിരുന്നു, അതെങ്ങനെയാ വന്നതെന്നൊക്കെ. അതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. ശരിക്കും അതും കൂടെ ചെയ്യണം, അല്ലാതെ നമ്മളത് ചെയ്യാതെ വിടരുത്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ലാസ്സിൽ അല്ലാതെ കുറെ ക്വസ്റ്റ്യൻസും കിട്ടിയിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ ഡൗട്ട്സ് ഒക്കെ വരുമ്പോ എന്താ ചെയ്തോണ്ടിരുന്നത്? ക്ലാസ് പഠിക്കുമ്പോഴാണേലും എക്സാമിന്റെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല, ഡൗട്ട്സ് ഒക്കെ എങ്ങനെയായിരുന്നു ക്ലിയർ ചെയ്തിരുന്നത് ബബിജ? ഒന്നെങ്കിൽ ഞാൻ സാറിന്റെ അടുത്തും മാമിന്റെ അടുത്തും മെസ്സേജ് അയച്ച് ചോദിക്കായിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്യായിരുന്നു. അങ്ങനെയൊക്കെ നോക്കിയതാ എന്തെങ്കിലും ഡൗട്ട്. മിക്കവാറും സാറിന് എനിക്ക് തോന്നുന്നു, ഞാൻ സാറിനെയും മാമിനെയൊക്കെ ആണെങ്കിൽ രാത്രി പാതിരയ്ക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ മെസ്സേജ് അയക്കുക. കാരണം കുഞ്ഞുറങ്ങിയിട്ടായിരിക്കും ഞാൻ ക്ലാസ്സിന്റെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത്. എനിക്ക് അപ്പൊ തന്നെ റിപ്ലൈയും തരും, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ്. പിന്നെ കുറച്ച് മൂത്ത ആളായിരുന്നല്ലോ, അപ്പൊ ആ ഒരു രീതിയിൽ ടീച്ചറേന്ന് വിളിച്ചിട്ടായിരുന്നു എന്നെ സാറ് പറഞ്ഞ മാതിരി എല്ലാ ഡൗട്ടും ഒക്കെ ക്ലിയർ ചെയ്ത്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും അത് അങ്ങനെ എനിക്കൊരു നല്ല ബന്ധമായിരുന്നു ഈ സാറും മാമും ഒക്കെ ആയിട്ടും. ഓക്കെ, അതേപോലെ ഇപ്പൊ ഇവിടെ നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സുകൾ കാണും. പിന്നെ ഇപ്പൊ ഞാനും സാജൻ സാറും ഓൾട്ടർനേറ്റ് ആയിട്ട് ക്ലാസ് എടുക്കും. അതിനുശേഷം നമ്മൾ ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോൾ ഞാൻ ഇവിടെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇവിടുത്തെ രീതികളും കൂടെ നിങ്ങളിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവർക്ക് ഇതെല്ലാം ഇങ്ങനെ ഓരോ തവണ വരുമ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഓരോ സബ്ജക്റ്റ് രണ്ടുപേരും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അത് കഴിയുമ്പം നിങ്ങൾക്ക് ഒരു റിവിഷൻ എക്സാം ഉണ്ടായിരുന്നു അല്ലെ? അത് യൂസ്ഫുൾ ആയിരുന്നു ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോഴും? ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കുറെ ക്വസ്റ്റ്യൻസ് കിട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം നമുക്ക് തന്നെ അത് തോന്നൂലേ. അങ്ങനെ ആദ്യത്തേൽ എനിക്ക് തോന്നുന്നു വളരെ കുറവായിരുന്നു മാർക്ക്. പിന്നെ 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 ഇങ്ങനെ അതിങ്ങനെ കൂട്ടി 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 ഞാൻ തന്നെ കൊണ്ടുവന്നു. പിന്നെ അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നേ, ടൈം ഉള്ളത് കൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയി. ഒരു 1 മിനിറ്റ് വെച്ചിട്ടായതുകൊണ്ട് ആ ടൈമിൽ തന്നെ ചെയ്ത് തീർക്കണമല്ലോ. പ്രത്യേകിച്ച് ഫിസിക്സ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ലിങ്ക് ചെയ്തിട്ട് അതിനൊക്കെ ഒരുപാട് ഉപകരിച്ചു. ക്ലാസ് ആയാലും ഈ എക്സാം ആയാലും, മെയിൻ ആയിട്ട് എക്സാം. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ പോർഷൻസ് നിങ്ങൾക്ക് സിലബസ് വൈസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ടോ ഇവിടെ? തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ക്രാഷ് ബാച്ച് ആയിരുന്നു. അപ്പൊ ക്രാഷ് ബാച്ച് ആ സമയത്ത് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അതിലും കൂടുതൽ എനിക്ക് തോന്നുന്നു മറ്റവർക്ക് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സമയത്ത് അതും കൂടെ ഒന്ന് ഡിസ്കഷനിൽ വന്നോണ്ട് ഞങ്ങളും അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. ഓക്കെ, അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ ഫ്രീ ആയിട്ട് ചോദിച്ചോളൂ. ഇപ്പൊ ഒത്തിരി പേരുടെ ഇടയ്ക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ജോലി ചെയ്യുമ്പം എനിക്ക് പഠിക്കാൻ പറ്റുമോ, വർക്ക് ചെയ്യുമ്പോൾ പഠിക്കാൻ പറ്റുമോ? ഇവിടെ പഠിക്കുന്നവരെല്ലാവരും അങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു PSC പോലത്തെ എക്സാം ആണെങ്കിൽ എല്ലാവരും ലീവ് ഒക്കെ എടുത്തിരുന്ന് പ്രിപ്പയർ ചെയ്യും. പക്ഷെ ഇതുപോലത്തെ എക്സാം നിങ്ങളുടെ എന്താണോ വർക്ക് ചെയ്യുകയാണോ പഠിക്കുകയാണോ അതിന്റെ കൂടെ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അഭിജി ഏകദേശം ഒരു ദിവസം എത്ര സമയം വർക്ക് ചെയ്തിട്ടുണ്ടാവും? ഒരു ആവറേജ് ചോദിക്കുകയാണെങ്കിൽ ആ ക്ലാസ്
ഒരു 2 മണിക്കൂറൊക്കെ എനിക്ക് പറ്റാറുള്ളൂ. ഓക്കെ, ഒരു ദിവസം ഒരു 2 മണിക്കൂർ. അത് ക്രാഷ് ബാച്ച് ആയിട്ട് പോലും നിങ്ങൾ ഓർക്കുക, നമ്മൾ ലാസ്റ്റ് 3 മാസത്തിലാണ് ക്രാഷ് ബാച്ച് വിളിക്കുന്നത്. അപ്പൊ തന്നെ ഒരു 2 മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത് തന്നെ ബബിജി അത് ക്രാക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ റെഗുലർ ബാച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, നിങ്ങളുടേതായ ടൈം എടുത്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണോ? പുതിയ കുട്ടികൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോ, നിങ്ങളുടെ ഫ്രീഡം ആണ്, മൈക്ക് ഓൺ ആക്കി നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇതൊരു നല്ല അവസരമാണ്. ഓരോരുത്തർ എങ്ങനെയാണ് പഠിക്കുന്നത്, എല്ലാവരും എന്തൊക്കെ ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് പഠിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നോർമലി നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, എനിക്ക് ജോലിയുണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മക്കളുണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒത്തിരി പേര് പറയുന്ന കേൾക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്, എന്തൊക്കെ സാഹചര്യത്തിൽ നിന്നാണ് ഓരോരുത്തർ പഠിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും വിന്നേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കണോ? പിന്നെ നോട്ട്സ് നമ്മൾ ഇവിടെ അക്കാദമിയിൽ തരുന്ന നോട്ട് തന്നെയാണോ, അല്ലാതെ വേറെ സെപ്പറേറ്റ് തയ്യാറാക്കിയിരുന്നോ? ഞാനില്ലേ ഫിസിക്സിന്റെ കാര്യമാണെങ്കിൽ വീഡിയോ അത് കണ്ടിട്ട് ഞാൻ തന്നെ പ്രിപ്പയർ, അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യായിരുന്നു. അതേപോലെ സോൾവ് ചെയ്യുന്നൊക്കെ ഞാൻ ആദ്യമേ സോൾവ് ചെയ്തൊക്കെ നോക്കും, എന്നിട്ട് അത് കിട്ടുന്നുണ്ടോ നോക്കും, പോസ് ചെയ്തൊക്കെ. ഒരു മിനിറ്റ് മോനെ, 10 മിനിറ്റ്. അപ്പൊ അതെനിക്ക് മോനെ വെച്ച് അത്രയും പറ്റാറുണ്ടായിരുന്നു. എല്ലാ വീഡിയോ ക്ലാസ് കണ്ടിട്ട് തന്നെയായിരുന്നു ഞാൻ ഫിസിക്സ് എല്ലാ നോട്ടും പ്രിപ്പയർ ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് ഒരു വീക്ക്ലി ടെസ്റ്റ് മാം പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ ആ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബുക്കിൽ തന്നെ ആ വീക്ക്ലി ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തു നോക്കുമായിരുന്നു. എന്നിട്ട് അത് കിട്ടിയില്ലെങ്കിൽ എന്താന്ന് ചോദിക്കുകയായിരുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ, നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം. ഇയാളെയും വെച്ചാണ് ഞാൻ പഠിച്ചത്. കുറച്ചൊന്ന് ഇങ്ങോട്ട് ഓടി അടങ്ങുന്നു. ഇപ്പൊ ഒന്ന് കുറച്ചുകൂടെ വലുതായി. അപ്പം എന്തുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ചാ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാം. എന്തായാലും ബെസ്റ്റ് സ്ഥലത്താണ് നിങ്ങൾ എത്തിയത്, എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പോസിറ്റീവായിട്ട് എന്ത് വന്നാലും അവസാനം ഒരു ചിലപ്പം പറ്റില്ല എന്നൊക്കെ തോന്നിയാലും നമുക്ക് പറ്റും തോന്നി അങ്ങ് പഠിച്ചാൽ മതി, എന്ത് സാഹചര്യമായാലും. ഇപ്പം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ആ അവസരം ഇതാക്കിയത്, പിന്നെ കുറെ കാര്യങ്ങളൊക്കെ വരും നമുക്ക് പഠിക്കാൻ, കുറെ ഫാക്ടേഴ്സ് വരും. അപ്പൊ പെട്ടെന്ന് കല്യാണമൊക്കെ കഴിയുന്നതിന് മുന്നേ ആണെങ്കിൽ ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞാലും പറ്റില്ല എന്നല്ല കേട്ടോ, അത് നമ്മളെ മനസ്സ് പോലെ ഇരിക്കുകയാണ്. ഞാൻ പിന്നെ എനിക്ക് വേറെ പഠിക്കണം എന്ന് ആഗ്രഹം കൊണ്ടായിരുന്നു. കാരണം ജോലി തിരിച്ച് ഞാൻ ആ CBSE സ്കൂളിൽ തന്നെ ആ 1 ഇയർ ലീവ് കഴിഞ്ഞാൽ തിരിച്ച് ജോയിൻ ചെയ്യാനിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് എനിക്ക് തോന്നിയിട്ട് ഞാനായിട്ട് പോയി ജോയിൻ ചെയ്തു, ഞാനായിട്ട് തന്നെ ക്രാക്ക് ചെയ്തു. അതിന് തന്നെ മാമും സാറും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ജനറൽ പേപ്പർ ആയാലും ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ എനിക്ക് ടൈം കിട്ടിയില്ല, അതനുസരിച്ച് ഞാൻ പ്രിന്റ് എടുത്തു. ഈ ഒരു 4-3 സ്ലൈഡൊക്കെ ഒരു പേപ്പറിലൊക്കെ ആയിട്ട് പ്രിന്റ് എടുത്ത് ഞാൻ എല്ലാം സൂക്ഷിച്ച് ഞാൻ അത് വായിച്ച് പഠിച്ചു. ജനറലും ഇതിന്റെ കൂടെ തന്നെ പോകണം, അതിലും മാർക്ക് കുറയാൻ പാടില്ല. അപ്പൊ നമ്മള് ഫിസിക്സിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത്രത്തോളം ജനറൽ പേപ്പർ നോക്കണം. ഓക്കെ, എന്നാ നിങ്ങക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ആള് മോനെയൊക്കെ കഷ്ടപ്പെട്ട് മാനേജ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുക പെട്ടെന്ന് തന്നെ കേട്ടോ. ഓക്കെ, ആർക്കും ചോദിക്കാനില്ലാന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി എന്തായാലും നമ്മുടെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു ബബിജ, താങ്ക് യു കേട്ടോ ഈ തിരക്കിലും ജോയിൻ ചെയ്തതില്. ഷുവർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ശരി മാം, താങ്ക് യു. ഓക്കെ. ഓക്കെ, നിങ്ങക്ക് കേക്കത്തില്ലേ? കേൾക്കാം. ഓക്കെ, അപ്പൊ
ഇനി നമ്മള് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ഇത് കിട്ടി കാണും, നമ്മൾ എങ്ങനെ ഈ ഒരു സംഭവത്തിനെ നിങ്ങൾ ഈ ഒരു 5-6 മാസം നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരാം. സെറ്റ് എക്സാം എന്താണ്, എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് പറയാം. പിന്നെ നമ്മുടെ ടോസ് അക്കാഡമിയിൽ എങ്ങനെയായിരിക്കും ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങളോട് പറഞ്ഞു തരും. ഇപ്പൊ ഇതൊരു ഇൻട്രൊഡക്ടറി സെഷൻ ആണ്. ഇതുപോലുള്ള ഒത്തിരി സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ടൈംലി നമുക്കറിയാം ഇതൊരു 6 മാസത്തിന്റെ കോഴ്സാണ് അല്ലെ. ഈ ഒരു 6 മാസം നമ്മൾ പല ടൈമിൽ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകും. ചിലവർക്ക് മക്കളുടെ ഇഷ്യൂസ് വരുമ്പോൾ, ഫാമിലിയുടെ മാറ്റേഴ്സ് വരുമ്പോൾ, ചിലവർ സെൽഫ് നമുക്ക് പറ്റില്ല എന്നുള്ള തോന്നൽ ഡീമോട്ടിവേറ്റഡ് ആവും. അപ്പം നിങ്ങൾക്കൊരു ഉണർവ് തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന സെഷൻസ് ലൈവായിട്ട് നമ്മൾ വെക്കും. അപ്പോൾ ലൈവായിട്ട് വെക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. വർക്ക് ചെയ്യുന്നവർക്ക് നമ്മളൊരു 8:30-ക്ക് ശേഷം ഇപ്പം ഈ വെച്ച പോലെ ഈ ഒരു ടൈമിൽ ഏതെങ്കിലുമൊക്കെ ഒരു പൊതു അവധി ദിവസങ്ങളിൽ നിങ്ങളും ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ വെക്കുകയുള്ളൂ കേട്ടോ. ഇനിയിപ്പം അഥവാ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, ഇപ്പോഴും നിങ്ങൾ ലൈവിൽ ജോയിൻ ചെയ്യാൻ നോക്കണം. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റെക്കോർഡ് സെഷനും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ സെറ്റ് എക്സാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കുറേ പേർക്കൊന്നും ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള രീതികളൊന്നും അറിയില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് ഡൗട്ട് വന്നാലും മൈക്ക് ഓൺ ആക്കി ചോദിക്കാവുള്ളൂ. മെസ്സേജ് അയച്ചാൽ ഞാൻ കാണില്ല കേട്ടോ. അപ്പം മൈക്ക് ഓൺ ആക്കി തന്നെ ഡൗട്ട് ചോദിക്കണേ. ഓക്കെ, അപ്പൊ ഓക്കെ, ഞാൻ ജസ്റ്റ് ആദ്യം സെറ്റ് എക്സാമിനെ കുറിച്ച് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതിന്റെ രീതികൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഒന്ന് നോക്കുക. നിങ്ങൾക്ക് കേൾക്കത്തില്ലേ? സ്ക്രീൻ കാണത്തില്ലേ? ഓക്കെ, അപ്പോൾ ഈ സെറ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് 240 മാർക്കിന്റെ എക്സാം ആണ്. ഈ 240 മാർക്കിൽ 120 മാർക്ക് എന്ന് പറയുന്നത് ഫിസിക്സ് ആയിരിക്കും. അതേപോലെ തന്നെ 120 മാർക്ക് എന്ന് പറയുന്നത് ജനറൽ പേപ്പറും ആയിരിക്കും. ഓക്കെ, ഈ ജനറൽ പേപ്പറിൽ തന്നെ 60 മാർക്ക് നമ്മുടെ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും, ബാക്കി 60 മാർക്ക് കുറച്ച് ഇംഗ്ലീഷ്, മാത്സ് പോലുള്ള ജനറൽ, കുറച്ച് കറണ്ട് അഫയേഴ്സ്, അതേപോലെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ എക്സ്ട്രയും വരും. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ സെറ്റിന്റെ എക്സാം. അപ്പൊ ഒരു ദിവസം നമ്മൾ രാവിലെ എക്സാമിന് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ജനറൽ പേപ്പർ ആയിരിക്കും. 120 മാർക്കിനായിരിക്കും അത്. ഒരു സെക്കൻഡേ, സ്ക്രീൻ കാണാവല്ലോ? കാണാം. ഓക്കെ, രാവിലെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ 120 മാർക്കിന്റെ ആദ്യത്തെ പേപ്പർ ജനറൽ പേപ്പർ, അതിൽ ഇതേപോലെ ആയിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ നമ്മൾ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഫിസിക്സിന്റെ എക്സാമും ഉണ്ടായിരിക്കും. 120 മാർക്കായിരിക്കും. ഈ ഒരു ഐഡിയ ക്ലിയർ ആണോ? ഇനി ഇതിന്റെ കട്ട് ഓഫിന്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. കട്ട് ഓഫ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവർ പേഴ്സൻറ്റേജിലാണ് കട്ട് ഓഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിക്കാർക്ക് 48%, ഇതാണ് ഏറ്റവും വലിയ കട്ട് ഓഫ്. OBC ആകുമ്പോൾ 45%. സോറി കേട്ടോ, ജനറൽ പേപ്പറുകാർക്ക് മാർക്ക് വെച്ച് ഞാൻ പറയാം. ഇത് ആക്ച്വലി കട്ട് ഓഫ് എന്ന് പറയുന്നത് പേഴ്സൻറ്റേജ് വൈസ് ആണ് കട്ട് ഓഫ് വരുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഉള്ളത് ജനറൽ കാറ്റഗറിക്കാർക്കാണ്. അവർക്ക് വേണ്ടത്, അപ്പൊ നിങ്ങൾ എല്ലാവരും ഏത് റിസർവേഷൻ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മൈൻഡിലെ മാർക്കിന്റെ എയിം എപ്പോഴും 48 ആയിരിക്കണം. 48 എന്നും നിങ്ങൾ വെക്കേണ്ട, ഒരു 50 എന്നുള്ളത് നിങ്ങൾ ബാറിൽ വെക്കുക. ഓക്കെ, അപ്പൊ
അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, ഫിസിക്സിന് നിങ്ങൾക്ക് 48 മാർക്ക് വേണം. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ജനറലുകാർക്കാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 120-ല് 48 മാർക്ക് വേണം. ജനറൽ പേപ്പറും 120-ല് 48 മാർക്ക് വേണം. ഈ രണ്ടും നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും ഒരു മിനിമലായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി എല്ലാവർക്കും എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോള് 2 പേപ്പറിനും 116 മാർക്ക് വേണം. 2 പേപ്പറിനും കൂടെ കൂട്ടി, അതായത് 240-ല് നിങ്ങൾക്ക് 116 മാർക്ക് വേണം. ഇതാണ് ജനറൽ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ രീതി. മനസ്സിലായോ? അപ്പോൾ ഇനി ഇവിടെ ചില വേരിയേഷൻ വരും. ഞാൻ പറഞ്ഞു പേഴ്സൻറ്റേജ് വൈസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ചിലപ്പോ ഇപ്പൊ നമുക്ക് ഫിസിക്സിലെ 2 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ 238-ലായിരിക്കും ടോട്ടൽ മാർക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസം, അത് നമ്മൾ ഒരിക്കലും നമ്മുടെ അസംഷനിൽ ആ കട്ട് ഓഫ് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ചിലപ്പോൾ എല്ലാം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും, 240 തന്നെ ആയിരിക്കും. അന്നേരമാണ് ഇങ്ങനെ. ഇനി എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വന്ന് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുകയോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കട്ട് ഓഫ് 116 എന്നുള്ള ചിലപ്പോൾ 115 പോയിന്റ് ആയിരിക്കും, 114 ആയിരിക്കും. അത്രയൊന്നും താന്നിട്ടില്ല, എന്നാലും ആ ഒരു രീതിയിലേക്ക് ചെറിയ രീതിയിൽ കട്ട് ഓഫ് കുറയും. ഓക്കെ, ഇതാണ് നോർമലി സെറ്റ് എക്സാമിൽ സംഭവിക്കുന്നത്. ഇപ്പൊ അതിന്റെ കട്ട് ഓഫിനെ കുറിച്ചൊക്കെ ക്ലിയർ ആയോ? അപ്പൊ ഇതിൽ ആർക്കും ഡൗട്ട് ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് നിങ്ങൾക്കറിയാം എല്ലാവർക്കും ടെൻഷൻ പൊതുവെ എന്തായിരിക്കും, സെറ്റില് ഫിസിക്സ് പേപ്പർ ആയിരിക്കും. ഓക്കെ, എല്ലാവരുടെയും ഒരു ടെൻഷൻ ഇതായിരിക്കും. പക്ഷെ നിങ്ങൾ ഓർക്കുക, ഫിസിക്സ് പേപ്പറിന് നമുക്കൊരു നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. അപ്പൊ ഈ സിലബസിൽ നമ്മൾ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 120 മാർക്കാണ്, നമുക്ക് ശരിക്കും ആക്ച്വലി 9 പേപ്പറാണ് എടുത്തു പറയുന്നത്. പിന്നെ അതിനകത്ത് കുറച്ച് ലേസറും പിന്നെ അതേപോലെ മൈക്രോ പ്രൊസസ്സറിന്റെ ഭാഗങ്ങളും കൂടി ഉണ്ട്. അപ്പൊ നമ്മള് ഇതൊരു 10 പേപ്പർ ആയിട്ട് കണക്കാക്കിയാൽ പോലും 120/10 എന്ന് പറയുമ്പോൾ ആവറേജ് ഒരു സബ്ജക്റ്റിൽ നിന്ന് 12 മാർക്ക് എങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ചില സമയത്ത് എന്ത് സംഭവിക്കും, ഏതെങ്കിലും ഒരു പേപ്പറിൽ നിന്ന് 15-ഓ 16-ഓ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ മറ്റുള്ള ഏതെങ്കിലും ഒരു പേപ്പറിൽ നിന്ന് 9-ഓ 10-ഓ ഒക്കെ ആയിട്ട് കുറയും. ഈ മാറ്റം മാത്രമേ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വരുള്ളൂ. എങ്കിലും നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഒരു സബ്ജക്റ്റിൽ നിന്ന് ആവറേജ് 12 മാർക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഇതായിരിക്കും എപ്പോഴും വരിക, ഒരു മിനിമം 12 മാർക്ക്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 48 മാർക്ക് വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കണം? 48 48/12 എന്ന് പറയുമ്പോൾ മിനിമം 4 സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 48 മാർക്ക് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇതിൽ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ 4 സബ്ജക്റ്റേ പഠിക്കാവുള്ളൂ എന്നല്ല പറയുന്നത്. ഈ 48 ഈ 12 മാർക്കില് എത്ര ടഫ് ആയാലും, എക്സാം എത്ര ടഫ് ആയിക്കോട്ടെ, ഒരു 5 ചോദ്യം നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ നിന്ന് എന്തായാലും കിട്ടും. മിനിമൽ പ്രിപ്പറേഷൻ ചെയ്തൊരു കുട്ടിക്ക് ഒരു 5 മാർക്കിനുള്ളത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഈ 5 മാർക്ക് നിങ്ങളുടെ ടാർഗറ്റിൽ വെച്ചാൽ തന്നെ എന്താ സംഭവിക്കുക, 5 × 10 സബ്ജക്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, 50 മാർക്ക് നിങ്ങൾക്ക് ഈസിലി കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ടാക്ടിക്സ് നിങ്ങൾക്ക് മനസ്സിലാവണം, എങ്കിൽ മാത്രമേ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. കിട്ടിയോ? ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? അപ്പൊ നമ്മള് ഈ 4 സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ 12 എണ്ണത്തിൽ 12ഉം നമുക്ക് കിട്ടത്തില്ല, കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അതേസമയം നമ്മൾ ഈ 10 സബ്ജക്റ്റും അല്ലെങ്കിൽ 9 സബ്ജക്റ്റും അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് PYQs ഒക്കെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓരോ സബ്ജക്റ്റിൽ നിന്നുള്ള 5 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ആ 5 മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഡിറ്റോ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ 5-1 ഉള്ളത് ഞാൻ ഒരു ഇതിൽ പറയുന്നതാണ്, അതിനേക്കാളും ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല മാർക്കിലേക്ക് കയറി വരാം. അപ്പോൾ എപ്പോഴും പിള്ളേർക്ക് സംഭവിക്കുന്നത്, ഈ ഫിസിക്സിനെ ഒരു പേടിയായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ഇവർ തുടക്കം തൊട്ട് അവസാനം വരെ ഫിസിക്സിൽ ഒത്തിരി വർക്ക് ചെയ്യും. ആ സമയം ജനറൽ പേപ്പറിനെ ചവിട്ടിയിടും.
അപ്പൊ ഈ ജനറൽ പേപ്പറിൽ അധികം ശ്രദ്ധ പോയില്ല എന്ത് സംഭവിക്കും? ഈ 120-ല് നിങ്ങൾക്ക് ഫിസിക്സിന് 119 മാർക്ക് ഉണ്ടായിട്ടും കാര്യമുണ്ടോ? ജനറലില് ഈ പറയുന്ന 48 മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 119 മാർക്ക് ഫിസിക്സിന് മേടിച്ചാലും നിങ്ങൾ ഓവറോൾ കയറിയാലും നിങ്ങൾ എവിടെ തോറ്റു? സെറ്റ് എക്സാമിന് ഫെയിലായി. മനസ്സിലായോ? അപ്പോ പഠിക്കുമ്പോൾ ജനറൽ പേപ്പറിനും ഫിസിക്സിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അങ്ങനെ പഠിക്കുന്നവർ മാത്രമേ വളരെ എളുപ്പത്തിൽ ടെൻഷൻ ഇല്ലാതെ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു കട്ട് ഓഫിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വന്ന് നിൽക്കും. എന്നിട്ട് പിന്നെ ടെൻഷനാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ക്വസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യോ ആ ക്വസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാവരുത്. നമ്മളിത് എത്ര പറഞ്ഞാലും എല്ലാ തവണയും ഇങ്ങനെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒത്തിരി ഇഫോർട്ട് ഇട്ടു എന്ന് പറയും, പക്ഷെ ആ ഇഫോർട്ട് ഇടേണ്ടതുപോലെ ആയിരിക്കില്ല നിങ്ങൾ പ്രോപ്പറായിട്ട് ഇട്ടിട്ടുണ്ടായിരിക്കുക. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ആ എക്സാമിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് വേണം അതിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളതിലല്ല കാര്യം, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിലെ കാര്യം. മനസ്സിലായോ? എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ സിലബസ് ഒന്ന് ഷെയർ ചെയ്യാം. ഈ സിലബസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ ഓരോ സബ്ജക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സിലബസും കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് നോക്കിയാൽ മതി കേട്ടോ. മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ എന്തൊക്കെയാ ഉള്ളത് ഞാൻ എടുത്തൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു പോവുക. എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഒന്ന് ജസ്റ്റ് നോക്കുക. നമ്മൾ പി ജിയിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ പി ജിയിൽ നമ്മൾ എന്താ കുറെ ഡെറിവേഷനും കാര്യങ്ങളും ഒക്കെ പഠിച്ച് നമ്മൾ പോവും, കുറെ കാണാതെ പഠിക്കും, കുറച്ച് കണ്ടുപഠിക്കും, അങ്ങനെയൊക്കെ പോവും. എന്നിട്ട് നമുക്ക് അത് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ ഇനി നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ടഫ്നെസ് ഒന്നും ഫീൽ ചെയ്യില്ല. ഒത്തിരി പേർക്ക് ഒരു ഐഡിയ ഇല്ല നമ്മൾ എന്താണ് നമ്മൾ ഫിസിക്സിൽ പഠിച്ചതെന്ന് പോലും ഒരു കൺസെപ്റ്റ് ഇല്ലാത്തവരുണ്ട്. പക്ഷെ നിങ്ങൾ ടെൻഷൻ ആവണ്ട, നിങ്ങൾ ഈ നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സുകളും കേട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ പതുക്കെ ഈ ഒരു ട്രാക്കിലേക്ക് വരും. ഓക്കെ. അപ്പം മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ സിലബസ് നിങ്ങളൊന്ന് ഓടിച്ചു വിട്ട് നോക്കുക. എല്ലാം നമുക്ക് അറിയുന്ന, ഇതിനകത്ത് മെട്രിക്സ് ഉണ്ട്, വെക്ടേഴ്സ് ഉണ്ട്, നമുക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിലൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതിൽ നിന്നൊക്കെ എന്തായാലും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിപ്പിക്കും. ആ സമയത്ത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ആ ഏരിയ എന്നൊക്കെ കേട്ടോ. ക്ലാസിക്കൽ മെക്കാനിക്സ് നോക്കുക, അതും വളരെ എളുപ്പമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ നിന്നൊക്കെ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ലഗ്രാഞ്ചിയൻ, ഹാമിൽട്ടോണിയനൊക്കെ ഇവിടെ പഠിപ്പിക്കുന്ന അതേ കാര്യങ്ങളാണ് എക്സാമിന് ചോദിക്കുന്നത്. ഇപ്പൊ തൊട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ അങ്ങനെ ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇവർക്ക് ഒരു പരിധി വിട്ടിട്ട് ഫിസിക്സിൽ ഒത്തിരി ഒരു ഡീവിയേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. പക്ഷെ അതേസമയം ജനറൽ പേപ്പർ അങ്ങനെ ചെയ്യാൻ പറ്റും. ജനറൽ പേപ്പറിൽ എന്ത് കാര്യങ്ങളും ചോദിക്കാൻ പറ്റും. ആ സമയത്ത് പിള്ളേർക്ക് എന്ത് വരും, ഈ ഒരു മാർക്ക് ക്രാക്ക് ചെയ്ത് കയറി വരാൻ ടഫായിരിക്കും. അപ്പോൾ നിങ്ങൾ ജനറൽ പേപ്പറിനെ തഴഞ്ഞിടരുത്. നിങ്ങളുടെ എയിം ആ ബി എഡ് ടോപ്പിക് ചോദിക്കുന്ന 60 മാർക്കും നന്നായിട്ട് സെക്യൂർ ചെയ്യുക. പിന്നെ കുറച്ച് മാത്സ്, ഇംഗ്ലീഷൊക്കെ നിങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിച്ച് റെഡിയാക്കി എടുത്താൽ മതി. ഓക്കെ. അപ്പം ആദ്യത്തെ 60 മാർക്കിൽ നിന്ന് ഒരു 50 മാർക്കെങ്കിലും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണം. ബാക്കിയുള്ളത് അടുത്ത സെക്ഷൻ, ജനറൽ സെക്ഷൻ 60 മാർക്ക് ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇനി ക്വാണ്ടം മെക്കാനിക്സിന്റെ സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. അതും വളരെ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. നമ്മുടെ ഇവിടെ ഓരോ ക്ലാസ്, ഇപ്പം നമ്മൾ ആദ്യം ക്ലാസിക്കലും മാത്തമാറ്റിക്കലും ആണ് എടുക്കുന്നത്. ആ 2 സബ്ജക്റ്റ് എടുത്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ 2016 മുതലാണ് ഇപ്പോഴത്തെ സിലബസ് പോകുന്നത് കേട്ടോ. അപ്പം ആ സിലബസ് 2016 തൊട്ടുള്ള എല്ലാ PYQ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോൾ അതിൻ്റെ PYQs എല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത പേപ്പറിലേക്ക് പോകുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. തുടക്കം മുതലേ ഒരു സെറ്റ് ഫൈനൽ എക്സാം മോഡിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്തു വരിക. ഓക്കെ. അപ്പോൾ മാത്തമാറ്റിക്കൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഒക്കെ വളരെ കുറച്ച് സിലബസേ ഉള്ളൂ. അതൊക്കെ പെട്ടെന്ന് നമുക്ക്
പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റ്, EMT ഒക്കെ സാജൻ സാർ വളരെ എക്സാം ഫോക്കസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. EMT ഒക്കെ ഒത്തിരി പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ആണ്. പക്ഷെ മിനിമൽ ആയിട്ട് നമ്മൾ PYQs ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് അതിന്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ നമുക്ക് ഇതിൽ നിന്നും ഒരു 4-5 മാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഏറ്റവും മിനിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ മിനിമം മാർക്കിൽ ഒന്നുപോലും പോവാതെ നോക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇഫോർട്ട് വരേണ്ടത്. ഓക്കെ, ഇനി ആറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സ്, അതിൻ്റെയൊക്കെ സിലബസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് നോക്കുക. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് സിലബസ് കാര്യങ്ങളും തരാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിൽ നിന്നൊക്കെ നമുക്ക് എല്ലാ മാർക്കും സ്കോർ ചെയ്ത് എടുക്കാൻ പറ്റും. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിവിടെ പഠിപ്പിക്കുന്ന മോഡലിൽ തന്നെ. കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്, ഓക്കെ, പിന്നെ ഇലക്ട്രോണിക്സ്, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് സിലബസിൽ വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് സ്പെക്ട്രോസ്കോപ്പിയുടെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് ഏരിയയിൽ നമുക്ക് ലേസറിന്റെ കുറച്ച് ടോപ്പിക്കുകൾ വരുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഉള്ളൂ. കണ്ടോ, ഇവിടെ കണ്ടോ, ഈ ഒരു ഏരിയ കാണുന്നുണ്ടോ നിങ്ങൾ? ലേസറുകൾ, സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ, ഈ ഒരു ഭാഗമൊക്കെ ഇതാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. നമ്മുടെ ആ സബ്ജക്ട് ഓറിയന്റഡ് അല്ലാതെ പോകുന്ന കാര്യങ്ങളിൽ വരുന്ന ലേസേഴ്സ് ആണ്. പിന്നെ ഇടയ്ക്ക് അവർ മൈക്രോ പ്രൊസസ്സറിൽ നിന്ന്, ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്ത് ഇപ്പൊ നടന്ന എക്സാമിന് മൈക്രോ പ്രൊസസ്സറിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മൈക്രോ പ്രൊസസ്സർ ഇലക്ട്രോണിക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ഇത് കണ്ടോ, മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളറിന്റെ ബേസിക്സ്. അപ്പൊ ഇതൊക്കെ സിലബസിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു വലിയൊരു പ്രിപ്പറേഷൻ ഒന്നും അതിന് വേണ്ട, മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ ആണോ? ഇനി നമ്മുടെ ഇവിടെ രീതികൾ നിങ്ങൾ നോക്കുക. ഡെമോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിപ്പോ നിങ്ങൾ കണ്ടു അല്ലെ, എങ്ങനെയാണ് ഡെമോ നടത്തുന്നത്, നമ്മുടെ എക്സാം വരെയുള്ള കാര്യങ്ങൾ, ഡെമോ എക്സാം വരെയുള്ള നിങ്ങൾ കണ്ടു. ഇപ്പൊ ലൈവ് ഓറിയന്റേഷൻ സെഷനിലാണ് നിങ്ങൾ. ഇപ്പൊ ക്ലാസ്സുകൾ റെക്കോർഡഡ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ മറ്റൊരു ആപ്പ് പോലെ നിങ്ങൾ വേറെ എന്തിനേലൊക്കെ കോച്ചിങ് എടുത്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും എങ്ങനെയായിരിക്കും, നമ്മളൊരു ആപ്പ് പർച്ചേസ് ചെയ്യുന്നു, ആ ആപ്പിൽ തുടക്കം തൊട്ട് തന്നെ എല്ലാ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും അല്ലെ. എന്നിട്ട് നിങ്ങളുടെ ഫ്രീഡം ആണ് പഠിക്കുക. അപ്പൊ അങ്ങനെ എന്ന് പറയുമ്പോൾ നല്ല ഫയറുള്ള സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പിള്ളേർ എങ്ങനെ ഏതൊരവസ്ഥയിലും അവർ പഠിച്ചു പോകും. പക്ഷെ അങ്ങനെ അല്ലാതെ ഇപ്പൊ നമ്മുടെ ഈ സെറ്റ് എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുറെ പേര് BEd ചെയ്യുന്നവരായിരിക്കും, അതിന്റെ ഫൈനൽ സെം അതിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവരായിരിക്കും. പിന്നെ വേറെ കുറച്ച് പേര് ജോലി ചെയ്യുന്നവരായിരിക്കും സ്കൂളുകളിലൊക്കെ, അല്ലാത്തവർ ഈ ഫീൽഡിൽ നിന്ന് വിട്ടിട്ട് ജോലി വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഇനി അതേപോലെയുള്ള പിന്നെ കുറെ പേര് ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്നവരായിരിക്കും, മക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പല സിറ്റുവേഷനിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മളൊരു ആപ്പ് തന്ന് അതിൽ കുറെ ക്ലാസ് തന്ന്, നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, അങ്ങനെ എത്രയോ ആപ്പുകൾ നമ്മൾ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് അത് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തരികയാണ്. നിങ്ങൾ ഇന്ന് ഇത് പഠിക്കൂ, ഇന്ന് ഈ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പഠിക്കൂ. അങ്ങനെ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മൾ ഗൈഡ് ചെയ്ത് മോട്ടിവേറ്റഡ് ആയിട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതാണ് തീർച്ചയായിട്ടും ഇവിടുന്ന് വൺസ് കോച്ചിങ് എടുത്ത ഒരു സ്റ്റുഡന്റ് ഏതൊക്കെ എക്സാമുകൾ വിളിക്കുന്നുണ്ടോ തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നത്. അപ്പൊ പലർക്കും എന്താ പറയുക, ഒരു ടെൻഡൻസി ഉണ്ട് അല്ലെ, നല്ല ഒത്തിരി വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ അവർ പോവും, എന്നിട്ട് എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ പതുക്കെ ഇങ്ങോട്ടേക്ക് തന്നെ വരും. അപ്പോൾ അതിപ്പോ നമ്മൾ LPSയുടെ കോച്ചിങ്ങിനൊക്കെ കണ്ടതാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് ഇവിടെ അവരിങ്ങനെ ട്രെയിൻഡ് ആയതുകൊണ്ട് അവരുടെ ഉള്ളിൽ ആ ഒരു ഇത് അറിയാം ഇവിടെ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ള. അപ്പൊ അതുകൊണ്ട് അവരിങ്ങോട്ട് തിരിച്ചു വരും ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും. ഓക്കെ, അപ്പോൾ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്സിൽ നിന്നായിരിക്കും കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒതന്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. PDF നോട്ട്സ് ഉണ്ടായിരിക്കും. ഇത് ഇപ്പം ബബിച്ച പറഞ്ഞു, നിങ്ങൾ കേട്ടു. എന്താണ് ഈ PDF നോട്ട്സുകൾ? ഇപ്പൊ ചിലവർക്ക് അത്രയും തിരക്കായിരിക്കും, അപ്പൊ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം, നോട്ടുകളൊക്കെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാം. പക്ഷെ എപ്പോഴും നിങ്ങൾ ജനറൽ പേപ്പർ കുറച്ചുകൂടെ പ്രിന്റ് എടുത്താലോ നിങ്ങൾ അത്ര ബാധിക്കില്ല. പക്ഷെ ഫിസിക്സ് എപ്പോഴും നല്ലത്, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലത് നിങ്ങൾ ക്ലാസ് കേട്ട് ഒന്ന് എഴുതിയെടുത്താൽ മതി.
അതായിരിക്കും എപ്പോഴും നല്ലത് ഫിസിക്സിന്. ജനറൽ പേപ്പർ ഇപ്പം നിങ്ങൾക്ക് തിരക്കാണെങ്കിൽ ഇത് എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. വീഡിയോ ക്ലാസ് ഒന്ന് കേൾക്കുക, നോട്ട് പ്രിന്റ് എടുത്ത് കീപ്പ് ചെയ്യുന്ന കുഴപ്പമില്ല. അപ്പം ഫിസിക്സിന് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ എഴുതുന്ന നോട്ട്സ് ആണ് പിന്നീടും നിങ്ങൾക്ക് പഠിക്കാൻ നല്ലത്. ഓക്കെ, ഇനി വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് നിങ്ങളോട് പറഞ്ഞു അല്ലേ, ഓരോ വീക്കും മൺഡേ, ഇപ്പം നമ്മൾ ഡെമോ പോലെ തന്നെ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ എന്തൊക്കെ പഠിപ്പിക്കുന്നു അതിനെ ബേസ് ചെയ്ത് സാറ്റർഡേ സൺഡേ കഴിഞ്ഞ് വരുന്ന മൺഡേ എക്സാം ഉണ്ടായിരിക്കും. ഇതിവിടെ സ്ഥിരം എല്ലാ വീക്കും ഉണ്ടായിരിക്കും, തുടക്കം തൊട്ട് തന്നെ ഉണ്ടായിരിക്കും. അപ്പം അത് എപ്പോഴും ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, പിന്നെ മന്ത്ലി റിവിഷൻ ടെസ്റ്റ് ഞാൻ പറഞ്ഞു. നമ്മൾ 2 സബ്ജക്റ്റ് പഠിപ്പിച്ച് കഴിയുമ്പോൾ ഒരു മന്ത്ലി റിവിഷൻ എക്സാം ഉണ്ടായിരിക്കും. അസൈൻമെന്റ്സ് തരും, കുറേ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തരും. PYQ ഡിസ്കഷൻ, ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോഴും അതിൻ്റെ PYQ ഡിസ്കഷൻ, ഇതുപോലുള്ള ലൈവ് ഓറിയന്റേഷൻ സെഷൻസ്, പേഴ്സണൽ മെന്ററിങ് ആൻഡ് ഡൗട്ട് ക്ലിയറിങ്. അപ്പോൾ എപ്പോഴും നമ്മുടെ അക്കാഡമി ഇപ്പോൾ ഇവിടുന്ന് പാസ് ഔട്ട് ആയി പോകുന്നവരാണെങ്കിലും അവരുടെ നമ്മൾ തമ്മിൽ ഒരു റാപ്പോർട്ട് ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു, നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന വേറെ കുറേ പേരായിരിക്കും, നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്ന വേറെ കുറേ പേരായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, മെന്റലി ഒരു കണക്ഷൻ വരില്ല അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഏത് ടീച്ചറാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് അവരുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം, അവരുമായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് അവർ തന്നെയാണ് നിങ്ങളെ പിന്നെ ഫുള്ള് നോക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇപ്പം എൻ്റെയും സാജൻ സാറിൻ്റെയും സ്റ്റുഡൻസ് ആണ്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മളാണ് ചെയ്തു തരുന്നത്. ഓക്കെ, മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടായിരിക്കും. ആപ്പിലായിരിക്കും, നിങ്ങൾക്ക് ആപ്പിൽ നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. എക്സാം വരെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വൺസ് ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം വരെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ഏത് സമയം വേണമെങ്കിലും അക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ആൻഡ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് പേയ്മെന്റ് പോകുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇവിടുത്തെ ഒരു രീതികൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവോ? നമുക്ക് ഇത് ക്ലിയർ ചെയ്ത് തന്നെ പോവാം. എല്ലാവരും ശ്രദ്ധിക്കുക, തുടക്കം തൊട്ട് ഇപ്പൊ നോക്കിയ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്ത ഒരു സ്റ്റുഡന്റ് ഒരു 2-2.5 മണിക്കൂറൊക്കെ ഒരു ദിവസം നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ടൈമുണ്ട്. അതാത് ദിവസം നിങ്ങൾക്കിപ്പോൾ ഇനീഷ്യലി ഒക്കെ നിങ്ങൾക്ക് ഒരു ഇച്ചിരി ലെങ്തി ക്ലാസ് വന്നാലും കൂടുതൽ ക്ലാസ് ഒരു അരമണിക്കൂറിനുള്ളിൽ നിൽക്കുന്ന ക്ലാസ്സുകളാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ അരമണിക്കൂർ ക്ലാസ് നോട്ടും കൂടി എഴുതിയെടുക്കുമ്പോൾ 1 മണിക്കൂർ കൂട്ടിക്കോ. ഈ 1 മണിക്കൂറും പിന്നെ ഒരു 15 മിനിറ്റ് നിങ്ങൾ അന്ന് എന്താ എഴുതി വെച്ചത് ജസ്റ്റ് ഒന്നും കൂടെ നോക്കിയിട്ട് നിങ്ങൾ അടച്ചു വെച്ചോ. ഇത്രയും കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെറ്റ് ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇതുപോലും ചെയ്യാതെ നമ്മൾ മൺഡേ ടു ഫ്രൈഡേ ഈ ആപ്പിലേക്ക് തിരിഞ്ഞു നോക്കില്ല, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് തിരിഞ്ഞു നോക്കില്ല, എന്നിട്ട് സാറ്റർഡേ സൺഡേ ഇരുന്ന് ചിലവർ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. അപ്പം നമ്മൾ എക്സോസ്റ്റഡ് ആയി പോകും. കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല അല്ലേ ഇങ്ങനെ നമ്മുടെ ടൈം കളഞ്ഞ് ഇങ്ങനെ പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അത്യാവശ്യവും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ ആർക്കാണ് ഇന്ന് ഉറക്കമുളച്ചിരുന്ന് പഠിക്കുന്നതും ഈ എക്സാം എഴുതുന്നതൊക്കെ അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണോ? അല്ലേ, നമുക്കൊരു ജോലി വേണം, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ്. അപ്പം നിങ്ങൾ ഇടുന്ന എഫേർട്ട് വളരെ സ്മാർട്ടായിട്ട് ഇടാൻ നോക്കുക. അത് നിങ്ങൾക്ക് തന്നെ ബേർഡൻ ആവാൻ പാടില്ല. മൺഡേ ടു ഫ്രൈഡേ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സാറ്റർഡേ സൺഡേ ഒരു സമയം പോലും അനങ്ങാതെ ഇരുന്ന് വീഡിയോ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആർക്കായാലും ഭ്രാന്ത് പിടിക്കും അല്ലേ. ഇപ്പം കേൾക്കുന്നത് നമ്മൾ സിനിമ കാണുകയല്ല അല്ലേ, ഫിസിക്സും ഇതൊക്കെയാണ് കേൾക്കുന്നത്, സൈക്കോളജി ഒക്കെയാണ് കേൾക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല, നമ്മൾ എക്സോസ്റ്റഡ് ആയി പോവും, നിങ്ങൾക്ക് നിർത്താൻ തോന്നും, പഠിത്തം നിർത്താൻ തോന്നും. അപ്പം അത് വരുന്നത് നിങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് കൊണ്ടാണ്. അങ്ങനെ അല്ലാതെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങളെ പുഷ് ചെയ്ത് ഓരോ ദിവസവും നിങ്ങളെ സെൽഫായിട്ട് ഇപ്പൊ ചിലപ്പോൾ ആദ്യമൊക്കെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നവരല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ആദ്യം ഇപ്പൊ ഈ ബബിജിയൊക്കെ ആണെങ്കിലും ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര ലോ ആയിരുന്നു അവർക്ക്. അതേപോലെ അങ്ങനെ ഒത്തിരി ഗ്യാപ്പ് വന്നവർക്ക് ഭയങ്കര ലോ ആയിരിക്കും. കാരണം സബ്ജക്റ്റുമായിട്ട് ഡീൽ ചെയ്തിട്ട് ഒത്തിരി കാലമായി. അപ്പൊ അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക ലോ ഫീലിംഗ് ഉണ്ടായിരിക്കും. ഇത് പറ്റുമോ, തലയിൽ നിൽക്കുന്നില്ല, അങ്ങനത്തെ ഒക്കെ കുറെ ഫീലിംഗ് അവരെ ആദ്യം റൂൾ ചെയ്യും. അപ്പൊ ഇത് നമ്മുടെ എഫേർട്ട് കൊണ്ട് മാത്രമേ ഇതിനെ നമുക്ക് ബ്രേക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മൈൻഡിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ്. അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതലാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതാണ് നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, വർക്ക് ചെയ്യുക. ഇനിയിപ്പോ നിങ്ങൾക്ക് അറിയാം പുതിയ NEP നയമൊക്കെ വരുവാണ്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ എന്തായാലും ഉടനടി നടപ്പിലാക്കാൻ പറ്റില്ല, അപ്രായോഗികമാണെന്നൊക്കെ നമ്മൾ വാർത്തയെ കണ്ടല്ലേ ശിവൻകുട്ടി സാറ് പറയുന്നത്. അപ്പം നിങ്ങൾ ഓർക്കുക, ഇത് വരും. സെറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായാലും വരും. PG ഉള്ള ഒരു കുട്ടിയാണ്, പിന്നെ PG എടുക്കുക എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. നിങ്ങളെല്ലാവരും ഈ മാറ്റങ്ങളൊക്കെ ഈ ടീച്ചിങ് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. ഒത്തിരി ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ അംഗങ്ങളായിരിക്കും, ഒത്തിരി ഡിസ്കഷൻസ് പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇത് നിങ്ങളെ തീർച്ചയായിട്ടും ഈ ഒരു PG എന്ന് പറയുന്നതും സെറ്റ് എന്ന് പറയുന്നതും ഇനി മുമ്പോട്ട് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഗെയിൻ ചെയ്ത് എടുത്തു വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനിയിപ്പോൾ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ കേട്ടിട്ട് ഇപ്പൊ BEdന്റെ പേര് മാറാൻ പോവാന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ ഓരോരോ മാറ്റം വരുമ്പോൾ ഈ സെറ്റ് എക്സാം ചിലപ്പോൾ മാറാം, അതിന്റെ പേര് വേറെ ആവാം, സിലബസ് വേറെ ആവാം, ഇതൊക്കെ വരും. അപ്പൊ ഈ പുതിയൊരു മാറ്റം വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അങ്കലാപ്പിപ്പെടുന്നതിലും നല്ലത് ഇപ്പൊ അതായിരിക്കുന്ന രീതിയിൽ ഇപ്പൊ നമുക്ക് 16 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, എക്സാം പാറ്റേൺ ഉണ്ട്. ഇനി പുതിയൊരു രീതി വരുമ്പോൾ അത് അഡാപ്റ്റ് ചെയ്ത് പോകാൻ നമുക്ക് ഇച്ചിരി ടൈം എടുക്കും അല്ലെ. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്കാണെങ്കിലും എന്താ ചോദിക്കുക എങ്ങനെയാണെന്നൊന്നും അറിയാത്തൊരവസ്ഥ വരും. അപ്പൊ അതിനു മുമ്പേ നമ്മൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് പോവാന്നുള്ളതാണ്. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എക്സാമിനെ കുറിച്ച്, അതിന്റെ രീതികളെ കുറിച്ച്, ഇവിടുത്തെ രീതികളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യണേ. നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കി സംസാരിക്കാം കേട്ടോ. മാം, ഈ 116 എങ്ങനെ വന്നത് മാർക്ക് 240? അതായത് ഒരു സബ്ജക്റ്റിൽ ഇപ്പൊ 48% അല്ലേ പറഞ്ഞേ, 48 മാർക്ക് എന്നല്ലേ പറഞ്ഞേ. അപ്പൊ അത് എങ്ങനെ 116 വന്നത് എങ്ങനെയാ? അതെ, ഇപ്പൊ നിങ്ങൾ CAയുടെ എക്സാം കണ്ടിട്ടുണ്ടോ? CA പോലത്തെ എക്സാമുകൾക്ക് ഇപ്പൊ 5 പേപ്പർ ഉണ്ടെങ്കിൽ 5 പേപ്പറിന് ഓരോ കട്ട് ഓഫും ഓവറോൾ ഒരു കട്ട് ഓഫും ആണ്. ആ ഒരു രീതിയാണ് നമുക്ക് ഇവിടെ വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. അതായത് ജനറൽ പേപ്പറുകാർക്ക് മൊത്തം 40 പേപ്പർ 1ന്, അതായത് മൊത്തം പാസ് ശതമാനമാണ് ഞാൻ പറയുന്നത്.